प्यारे बच्चों, मेरा नमस्कार। कोविड-19 महामारी के इसी बुरी अवस्था में सुरक्षा के साथ घर में रहकर आप लोग उदया कॉलेज के इस वीडियो क्लास देख लीजिए। 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വർഷം നമുക്ക് 5 യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യ യൂണിറ്റിൽ ബീർബഹൂട്ടി എന്ന് പറയുന്ന ഒരു കഹാനിയും അദാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്ന് പറയുന്ന ഒരു ടിപ്പണിയും അതുപോലെ തന്നെ ടൂട്ടാ പഹിയ എന്ന ഒരു കവിതയും ബണ്ടി എന്ന ഒരു ഉപന്യാസ അംശവുമാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. നമ്മുടെ ആദ്യ പാഠം ബീർബഹൂട്ടി എന്ന് പറയുന്ന കഹാനിയാണ്. എന്താണ് ബീർബഹൂട്ടി എന്ന് പറഞ്ഞാൽ? എന്താണ്? കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു ജീവിയാണ്, നമ്മുടെ അട്ട പോലെയുള്ള ഒരു ജീവി. ഈ കഥ എഴുതിയിട്ടുള്ളത് ഹിന്ദി സാഹിത്യത്തിലെ യുവ എഴുത്തുകാരൻ ശ്രീ പ്രഭാത്ജിയാണ്. അദ്ദേഹം ബാല മനോവൈജ്ഞാനിക തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ കഹാനി എഴുതിയിട്ടുള്ളത്. രാജസ്ഥാനിലെ ഫുലേര എന്ന് പറയുന്ന ചേരി പ്രദേശത്തെ 2 കുട്ടികളുടെ മനോവികാരങ്ങളുടെ കഥയാണ് ബീർബഹൂട്ടിയിൽ വരച്ച് കാണിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആരാണ്? ബേലയും സാഹിലുമാണ്. 11 വയസ്സുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ. ഇവരുടെ സൗഹൃദത്തിൻ്റെ ദൃഢതയും അതുപോലെ തന്നെ വേർപാടിൻ്റെ വേദനയുമൊക്കെ തന്നെ വളരെ മനോഹരമായി ചിത്രീകരിക്കുകയാണ് ഇവിടെ നമ്മുടെ കഥാകൃത്ത് ശ്രീ പ്രഭാത്ജി ചെയ്യുന്നത്. 1981 കാലഘട്ടങ്ങളിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. എല്ലാവരുടെയും മുൻപിൽ പുസ്തകങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ അല്ലേ? പുസ്തകത്തിൻ്റെ ആദ്യ വരിയിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ നമ്മുടെ കഥാകൃത്ത് പറയുന്നത്, നമ്മുടെ കഥാപാത്രങ്ങളായ ബേലയും സാഹിലും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന ആ വഴിയുടെ അവസ്ഥയും അതുപോലെ തന്നെ പ്രകൃതിയുടെ അവസ്ഥയും ഒക്കെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബാദൽ ബഹുത്തു ബർസിലിയേത്തെ. എന്താ ബാദൽ ബർസിന? മഴ പെയ്യുക എന്നാണ്. ബാദൽ ബഹുത്തു ബർസിലിയേത്തെ, ഒരുപാട് മഴ പെയ്തിരുന്നു. ഫിർ ഭി ബഹുത് സാരാ പാനി ഉൻമേ ബച്ചാ ഹുവാ താ. എന്നിട്ടും ഒരുപാട് വെള്ളം അവയിൽ അവശേഷിച്ചിരുന്നു അല്ലേ? മഴ ഒരുപാട് പെയ്തിരുന്നു, ഇപ്പോഴും ഇനിയും മഴ പെയ്യാനിരിക്കുന്നു എന്ന് സൂചന നൽകുന്നു അല്ലേ? വേ കേത്തോം ജംഗലോം കെ ഊപ്പർ ചായേ ഹുയേത്തെ. അവ വയലേലകളിലും കാടുകൾക്ക് മുകളിലും വ്യാപരിച്ചിരിക്കുന്നു. സാര ആകാശ് മേഘോം സേ ഭരാത്ത. ആകാശം മുഴുവൻ മേഘാവൃതമായിരിക്കുന്നു. മേഘോം കി ഛായാവോ മേ ഗീലി ഹവായേ ഇധർ ഉധർ ഗൂം രഹി തി. മേഘോം കി ഛായാവോ മേ, മേഘങ്ങളുടെ നിഴലുകളിൽ, ഗീലി ഹവായേ നനഞ്ഞ കാറ്റുകൾ, ഇധർ ഉധർ ഗൂം രഹി തി, അവിടെ ഇവിടങ്ങളിലായിട്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പേടോം കെ തനെ അബീ ഭീ ഗീലേത്തെ. മരത്തിൻ്റെ തായ്തടികൾ ഇപ്പോഴും നനഞ്ഞിരിക്കുന്നു. എന്താ തന? തന എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തായ്തടിയാണ്. പേടോം കെ തനെ അബീ ഭീ ഗീലേത്തെ, മരത്തിൻ്റെ തായ്തടികൾ ഇപ്പോഴും നനഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? അവിടെ
കനത്ത അല്ലേ മഴയായിരുന്നു പെയ്തിരുന്നു എന്ന സൂചനയാണ്. ഖേത്തോമേൻ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാത്ത, വയലേലകളിൽ കൊച്ചു കൊച്ചു ബജ്ര ഇങ്ങനെ മുളച്ചു പൊന്തിയിരുന്നു. ബാജ്രയ്ക്ക് ലംബേ പത്തലെ പാത്തോമേയും പാനേക്ക് ബൂന്തേ അടക്കി കുയീത്തി, ബജ്രയുടെ നീണ്ട് നേർത്ത ഇലകളിൽ പാനേക്ക് ബൂന്തേ മടക്കി കുയീത്തി വെള്ളത്തുള്ളികൾ തൂങ്ങി നിന്നിരുന്നു. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध धुली हुई थी. बारिश की हवा में മഴക്കാറ്റിൽ गीले खेतों നനഞ്ഞ വയലേലകളിൽ बारिश की हरियाली की गंध धुली हुई थी. മഴയുടെ പച്ചപ്പിൻ്റെ ഗന്ധം അലിഞ്ഞു ചേർന്നിരുന്നു. ഹരിയാലി മീൻസ് പച്ചപ്പ്. ഉനേം ബീർബകൂട്ടിയും സേ മിൽന ഹോത്താത്ത, അവർക്ക് ബീർബകൂട്ടികളെ കാണേണ്ടിയിരുന്നു. ആരാണ് ഇവിടെ അവരെന്ന് പറയുന്നത്? ആരാണ് ആരാണ് അതെ, നമ്മുടെ കഥാപാത്രങ്ങളല്ലേ. ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ? ബെല ഔർ സാഹിൽ. അവർക്ക് ബീർബകൂട്ടികളെ കാണേണ്ടിയിരുന്നു. ബീർബകൂട്ടി എന്ന് പറയുന്നത് കടും ചുവപ്പ് നിറത്തിലുള്ള അട്ട പോലെയുള്ള ഒരു ജീവിയാണ് എന്ന് മുന്നേ നമ്മൾ പറഞ്ഞതാണ്. കുട്ടികളെ പ്രത്യേകിച്ച് ആകർഷിക്കുന്ന ഒരു കീടം കൂടിയാണ് ഈ ബീർബകൂട്ടി. സോവേ സ്കൂൾ കേലിയെ ഗർസെ കുച്ച് പഹലെ നികൽ ആത്തെ തെ. സോവേ സ്കൂൾ കേലിയെ, അതുകൊണ്ട് അവർ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് കുറച്ച് സമയം മുമ്പേ പുറപ്പെട്ടിരുന്നു. അല്ലേ, നമ്മളെയൊക്കെ തന്നെ സ്വഭാവം തന്നെ നമുക്ക് അങ്ങനെയൊക്കെ അല്ലേ ചില ഏർപ്പാടുകളൊക്കെ തന്നെ കുട്ടികളാകുമ്പോൾ ഉണ്ടാകും. അത് നമ്മുടെ കഥാപാത്രങ്ങൾക്കും ഉണ്ട് എന്ന് കരുതുക. കസ്ബെ മേ സटे इन खेतों में ബീർബകുട്ടിയാ ഗോജ करते थे. കസ്ബ മീൻസ് ചെറുപട്ടണം. ചെറുപട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ വയലേലകളിൽ ബീർബകുട്ടികളെ അന്വേഷിക്കാറുണ്ടായിരുന്നു. ഗോജാ करते थे, അന്വേഷിക്കാറുണ്ടായിരുന്നു. സൂർഗ്, മുലായം, ഗദ്ബദി ബീർബകുട്ടിയാം, ചുവന്ന മനോഹരമായ മൃദുലമായ ബീർബകൂട്ടികൾ. ബീർബകൂട്ടിയുടെ സവിശേഷതയാണ് ഇവിടെ നമ്മുടെ കഥാകൃത്ത് പറയുന്നത്. ചുവന്ന് മനോഹരമായ മൃദുലമായ ബീർബകൂട്ടികൾ. ധർത്തി पर चलती फिरती खून की प्यारी प्यारी बूंदें, ഭൂമിക്ക് മുകളിൽ ചുറ്റി നടക്കുന്ന രക്തത്തുള്ളികളെ പോലെ. ഈ ബീർബകൂട്ടികളെ കണ്ടാൽ ഭൂമിക്ക് മുകളിൽ ചുറ്റി നടക്കുന്ന ചോരത്തുള്ളികളെ പോലെ തോന്നുമെന്ന്. ഉൻകെ ബസ്തെ ഉൻകി പീട്ട് പർ ലദേ ഹോത്തെ തെ, അവരുടെ പുസ്തക സഞ്ചികൾ. ബസ്ത, ഉൻകെ ബസ്തെ ഉൻകി പീട്ട് പർ ലദേ ഹോത്തെ തെ, അവരുടെ പുസ്തക സഞ്ചികൾ അവർ അവരുടെ പുറത്ത് കയറ്റി വെച്ചിരുന്നു. കന്തോം പർ ടാങ്കെ ഹോത്തെ തെ, തോളിൽ തൂക്കി വെച്ചിരുന്നു. वे एक दूसरे के बहुत नजदीक रहकर बल्कि कहना चाहिए बिल्कुल सड़कर ബീർബകുട്ടിയാൻ गोश्ते थे. वे एक दूसरे के बहुत नजदीक रहकर, എന്താ നസ്ദീഖ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് എന്നാണ് അല്ലേ. വേ ഏക് ദൂസരെ കെ ബഹുത്ത് നസ്ദീഖ് रहकर, അവർ പരസ്പരം വളരെ അടുത്തു നിന്ന്. ബൽക്കി കഹിനാ ചാഹിയ, മറിച്ചു പറയണം. അങ്ങനെ പറഞ്ഞാൽ പോരാ, മറിച്ചു പറയണം. ബൽക്കി കഹിനാ ചാഹിയെ ബിൽക്കുൽ സഡ്കർ ബീർബകുട്ടിയാൻ ഗോശ്ते थे. ബിൽക്കുൽ സഡ്കർ, തികച്ചും ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ബീർബകുട്ടിയാൻ ഗോശ്ते थे, ബീർബകുട്ടികളെ അന്വേഷിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ സൗഹൃദത്തിൻ്റെ ദൃഢതയാണ് ഇവിടെ കഥാകൃത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. उन्हें देखने के लिए वे बारिश की गंध भरी बूरी जमीन पर बैठ जाया करते थे. उन्हें देखने के लिए, അവയെ കാണാൻ വേണ്ടി, वे बारिश की गंध भरी बूरी जमीन पर बैठ जाया करते थे. അവയെ കാണാൻ വേണ്ടി അവർ മഴയുടെ ഗന്ധം നിറഞ്ഞ തവിട്ട് നിലത്ത് ഇരിക്കാറ് പതിവായിരുന്നു. ബെലനെയും സാഹിലിനെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബെല देखो
इस बीरबहूटी का रंग तुम्हारे रिबन के जैसा लाल है. നോക്കൂ ബേല, ഈ ബീർബഹൂട്ടിയുടെ നിറം നിന്റെ റിബണ് പോലെ ചുവപ്പാണ്. സാഹിലിനെ കഹാ, സാഹിൽ പറഞ്ഞതാ. തുമ്നെ കുച്ച് സുനാ ബേല, നീ വല്ലതും കേട്ടോ ബേലെ? ഹാ സുനാ, അതെ കേട്ടു. പെഹലി ഗണ്ടി ലഗ് ഗയി ഹേ, ആദ്യ ബെല്ലടിച്ചതാ. ഗണ്ടി ലഗിന, ബെല്ലടിക്കുക. പെഹലി ഗണ്ടി ലഗ് ഗയി ഹേ, ആദ്യ ബെല്ലടിച്ചു. ലേക്കിൻ മുझे പെൻ മേ ഷാഹി ബർവാനി ഹേ ദുകാൻ സേ, എന്നാൽ എനിക്ക് കടയിൽ നിന്ന് പേനയിൽ മഷി നിറയ്ക്കാനുണ്ട് എന്ന് സാഹിൽ പറഞ്ഞു. അല്ലേ, നമ്മളൊക്കെ തന്നെ ഇങ്ങനെയാണ്. ഒരുപാട് നേരത്തെ നമ്മളൊക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും, അല്ലേ, വഴിയിലൊക്കെ തന്നെ ചില ഈ തരത്തിലുള്ള ചില സംഗതികളൊക്കെ തന്നെ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടാണ് നമ്മളും സ്കൂളിലേക്ക് അല്ലേ പോകാറുള്ളത്. അതേപോലെ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. ബേലയുടെയും സാഹിലിൻ്റെയും കാര്യത്തിൽ അവർ ബീർബഹൂട്ടികളെ കാണാൻ വേണ്ടി അല്ലേ സമയം ചെലവഴിക്കുകയായിരുന്നു എന്നുള്ളതാണ്. 1981 का साल, കൊല്ലവർഷം 1981. 1981 राजस्थान में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. राजस्थान में जयपुर के नजदीक, രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത്, നമുക്കറിയാം രാജസ്ഥാനിലെ തലസ്ഥാന നഗരിയാണല്ലോ എന്ത്, ജയ്പൂർ. രാജസ്ഥാൻ में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. യാത്രാ വണ്ടികളെ കൊണ്ടും ചരക്ക് വണ്ടികളെ കൊണ്ടും നിറഞ്ഞ ഫുലേര എന്ന് പറയുന്ന ജംഗ്ഷൻ. കസ്ബേക്ക് ലഗ്ബഗ് സൂനി തങ് ഗലിയാം, നഗരത്തിലെ ഏതാണ്ട് ശൂന്യമായ തെരുവുകൾ. ഗലിയോ മേ ഖാമോശ് കെടെ ബിജലി കെ ഖംബെ, തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ബിജലി കെ ഖംബെ, ഖംബോं के बीच किंची तारों की कतारें, ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് ഇടയിൽ വലിച്ചു കെട്ടിയ കമ്പികളുടെ നിരകൾ. കതാർ മീൻസ് നിര. इन गलियों में जहां तकाम दिखाई पड़ते मीठी घंटियां बजाते फेरी वाले, ഈ തെരുവുകളിൽ അവിടെ ഇവിടങ്ങളിലായി കാണപ്പെടുന്നു. എന്താണ് കാണപ്പെടുന്നത്? മീട്ടി ഗണ്ടിയാം ബജാത്തെ ഫേരി വാലെ. മീട്ടി ഗണ്ടിയാം ബജാത്തെ ഫേരി വാലെ. എന്താ മീട്ടി ഗണ്ടിയാം ബജാത്തെ ഫേരി വാലെ എന്ന് പറഞ്ഞാൽ? മധുരതരമായി മണിയടിക്കുന്ന കച്ചവടക്കാർ. ഫേരിവാല എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ചുമന്ന് നടന്ന് വിൽക്കുന്ന ആളുകളെയാണ് ഫേരിവാല എന്ന് പറയുന്നത്. സാധാരണ എല്ലാ നഗരങ്ങളിലും നമ്മൾ കാണുന്നതാണ്. വലിയ കച്ചവട സ്ഥാപനങ്ങളും സ്ഥാപിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെ അല്ലേ അവരുടെ ഉപജീവന മാർഗത്തിനു വേണ്ടി സാധനങ്ങൾ ചുമന്ന് നടക്കുക. അത് ഫുലേര എന്ന് പറയുന്ന ഈ നഗരത്തിലുമുണ്ട് എന്നുള്ളതാണ്. एक अंधेरे सी गली में 6-7 गधों की, कुरों की, टापों की आवाज से, एक अंधेरे सी गली में, ഒരു ഇരുടുമൂടിയ തെരുവിൽ. നമുക്കറിയാം ഇവിടെ തെരുവ് എന്ന് പറയുമ്പോൾ നഗരത്തിൻ്റെ പിന്നാമ്പുറം എന്ന് പറയുന്ന തെരുവുകളായിരിക്കും അല്ലേ. एक अंधेरे सी गली में 6-7 गधों की, कुरों की, टापों की आवाज से, ഒരു ഇരുടുമൂടിയ തെരുവിൽ 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം. ഉൻകെ പീച്ചെ ചൽത്ത ഏക് ബദൻ ഉഗാടെ കുമാർ, ഉൻകെ പീച്ചെ ചൽത്ത അല്ലേ, അവയുടെ പിറകിലായി നടക്കുന്ന ഒരു അർദ്ധനഗ്നനായ കുശവൻ. ഉൻകെ പീച്ചെ ചൽത്ത ഏക് ബദൻ ഉഗാടെ കുമാർ, അവയുടെ പിറകിലായി നടക്കുന്ന അർദ്ധനഗ്നനായ ഒരു കുശവൻ. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे बेला और साहिल. इसी दृश्य के बीच से,
ഈ ദൃശ്യത്തിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്ന രണ്ട് സ്കൂൾ കുട്ടികൾ, ദോ സ്കൂളി ബच्चे ബെല ഔർ സാഹിൽ. ആരാണത്? നമ്മുടെ കഥാപാത്രങ്ങളാണ് അല്ലേ? അവരുടെ ഫുലേര എന്ന് പറയുന്ന അവരുടെ നാടിനെ കുറിച്ചാണ് മുകളിൽ നമ്മുടെ കഥാകൃത്ത് പറഞ്ഞിരിക്കുന്നത്. ഉന്തിനോം പെന്മേം 5 പൈസമേ നീലി ഷാഹി ബരി ജാത്തി തി. അക്കാലത്ത് 5 പൈസയ്ക്ക് നീല മഷി നിറച്ച് കൊടുക്കാറുണ്ടായിരുന്നു അല്ലേ? 5 പൈസ ഇപ്പോൾ നമുക്ക് അല്ലേ പരിചയമില്ലാത്ത ഒന്നാണല്ലോ 5 പൈസ എന്നൊക്കെ തന്നെ പറയുന്നത്. അക്കാലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലേ 1981 അല്ലേ കഥ നടക്കുന്നത്. സ്റ്റേഷനറി की दुकान वाले ड्रॉपर से पेन में शाही भरते थे. സ്റ്റേഷനറി കച്ചവടക്കാർ ഡ്രോപ്പർ കൊണ്ട് അല്ലേ ഷാഹി ഭർത്തേത്തെ മഷി നിറയ്ക്കാറുണ്ടായിരുന്നു, നിറച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പെൻമേ കുച്ച് ഷാഹി ബജീത്തി. പെന്നിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നു. ഉസേ സാഹിലിനെ സെമീൻ പർ ചിടക്ക് ദിയാ. അത് നമ്മുടെ സാഹിൽ എന്ത് ചെയ്തു? സെമീൻ പർ ചിടക്ക് ദിയ, നിലത്തേക്ക് ഒഴിച്ചു മറച്ചു. എന്തിനു വേണ്ടിയിട്ടാ? നയി ഷാഹി ഭർനെ കെ ലിയെ ദോനോ ദുകാൻ പർ പഹുഞ്ചേ. നയി ഷാഹി പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി അല്ലേ രണ്ടുപേരും കടയിലെത്തി. ദുകാൻ പർ പഹുഞ്ച്. ഏക് പെൻ ഷാഹി ഭർ ദോ. साहिल से पहले ही बेला ने दुकान वाले से कहा, एक पेन शाही भर दो. ഒരു പേന മഷി നിറച്ചതാ. സാഹിൽ സെ പെഹലേക്ക്, സാഹിലിന് മുമ്പേ തന്നെ ബേലാനെ ദുക്കാൻ വാലെ സെ കഹ, ബേല കച്ചവടക്കാരനോട് പറഞ്ഞു അല്ലേ. ഇവിടെ മഷി ആവശ്യം ആർക്കാണ്? സാഹിലിനാണ്. പറഞ്ഞത് ആരാ? ബേലയാണ്. ബേട്ടാ ഷാഹി की बोतल अभी अभी काली हो गई. അങ്ങനെ മഷിക്കുപ്പി കാലിയായി. ഷാഹിക്ക് ബോത്തൽ അബി അബി കാലി ഹോ, ഇപ്പം തീർന്നേ ഉള്ളൂ. അബ് തോ കൽഹി മിൽ പായേഗി, നാളെ തന്നെ കിട്ടും. ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ ഷാഹി തീ ഉസേ ഭി സെമീൻ പർ ചിടക്ക് ദിയ ബേല ബോലി. ലേക്കിൻ ഇസ്നെ തോ, എന്നാലേ ഇവനാണെങ്കിലേ പെന്നിലുണ്ടായിരുന്ന മഷി നിലത്ത് കളഞ്ഞു. ആരാ പറഞ്ഞേ? ബേല പറയുകയാണ് കച്ചവടക്കാരനോട് അല്ലേ. ബേല ബോലി, ബേല പറഞ്ഞു. ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹീ ഡുലാനാ ചാഹിയേ. ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹീ ഡുലാനാ ചാഹിയേ, ദുകാൻ വാലെ ഭയ്യാ ने कहा. और पूछा कौन सी में पढ़ते हो? बादल को देख कर गड़े को नहीं डुलाना चाहिए. മഴ മേഘത്തെ കണ്ട് കുടം കമഴ്ത്തരുത്. ആരാ പറഞ്ഞത്? ദുകാൻ വാലെ ഭയ്യാനെ കഹ. അവർ പൂച്ച, എന്നിട്ട് ചോദിച്ചു കോൻ സി മേം പഠിത്തേ ഹോ, എത്രയിലാ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. ഇവിടെ കച്ചവടക്കാരൻ ബേലയോടും സാഹിലിനോടും പറയാണ് മഴമേഘത്തെ കണ്ട് കുടം മറയ്ക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? മഴമേഘത്തെ കണ്ട് കുടം മറയ്ക്കരുത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരിക്കും അല്ലേ? നമ്മുടെ കൈവശം ഉള്ളതിനെ നമ്മൾ ഉപേക്ഷിച്ചു കൊണ്ട് അല്ലേ മറ്റൊന്നിന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത് എന്നുള്ള അല്ല ഒരു സൂചനയാണ് ഇവിടെ ആര് കൊടുത്തിരിക്കുന്നത്? കച്ചവടക്കാരൻ കൊടുത്തിരിക്കുന്നത്. കോൺസിമേ പഠിത്തേക്കോ, എത്രയിലാ പഠിക്കുന്നത് നിങ്ങൾ? 5वीं में. साहिल से ऐसे बुरे मन से बताया जैसे 5वीं पढ़ना पाप हो. 5वीं में 5ാം ക്ലാസ്സിൽ. ആരാ പറഞ്ഞത്? സാഹിൽ. എങ്ങനെയാ പറയുന്നത്? സാഹിലിനെ ഐസെ ബുരേ മൻ സെ ബതായ. സാഹിൽ വളരെ അല്ലേ ദുഃഖത്തോടു കൂടി ഇഷ്ടമില്ലാതെ ബുരേ മൻ സെ ബതായ ജൈസെ 5वीं में पढ़ना पाप हो. 5ാം ക്ലാസ് പഠിക്കുന്ന എന്തോ ഒരു പാപം എന്ന രീതിയിലാണ് സാഹിൽ അതിന് മറുപടി പറഞ്ഞത്. ദോനോ ദുകാൻ വാല ഭയ്യനെ കഹ. രണ്ടുപേരും കച്ചവടക്കാരൻ ചോദിച്ചു. രണ്ടാളും 5ാം ക്ലാസ് തന്നെയാണ് പഠിക്കുന്നത്.
हाँ दोनों അതേ രണ്ടുപേരും और हम दोनों का सेक्शन भी एक ही है ए അതേ രണ്ടുപേരും ഞങ്ങളുടെ ഡിവിഷനും ഒന്ന് തന്നെയാ ए ക്ലാസ്സിലാ बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो ബേല വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു ഇത് വലിയ ഏതാണ്ട് കാര്യമാണ് എന്നുള്ള രീതിയിൽ അല്ലേ ഒരുമിച്ച് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരേ സെക്ഷനിൽ പഠിക്കുന്നു എന്നുള്ളത് ക്ലാസ് में दोनों पास पास बैठते थे ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കാറുണ്ടായിരുന്നത് कापी में काम करते तो कापी में काम करते थे എന്താ കാപ്പി में काम करना അല്ലേ നോട്ട് ബുക്കിൽ എഴുതുകയാണ് അപ്പം എഴുതുകയാണെങ്കിൽ കാപ്പി में काम करते तो दोनों कापी में काम करते थे എഴുതുകയാണെങ്കിൽ രണ്ടുപേരും എഴുതിക്കൊണ്ടേയിരിക്കുന്നു കിതാബ് പഠിത്തേ तो दोनों കിതാബ് പഠിത്തേ പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിക്കുന്നു ബൽക്കി മറിച്ച് പാഠ भी एक പഠിത്തേ മറിച്ച് പാഠവും ഒന്ന് തന്നെയാണ് വായിക്കുന്നത് സാഹിൽ ചമക്കുകൂടി सन 57 में वो तलवार पुरानी थी പഠിത്താത്തോ അല്ലേ അങ്ങനെ ഒരു സെന്റൻസ് ഇവിടെ സാഹിൽ വായിക്കുകയാണെങ്കിൽ പഠിത്താത്തോ ചമക്കൂടി सन 57 में वो तलवार पुरानी थी പഠിത്തി थी അതേ സെന്റൻസ് തന്നെ ആരും വായിക്കുമായിരുന്നു ബേലയും വായിക്കുമായിരുന്നു ഒരേ സെന്റൻസ് ആണ് അവർ വായിക്കുന്നത് അല്ലേ അപ്പോൾ അവരുടെ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ദൃഢതയാണ് ഇവിടെ നമ്മുടെ കഹാനികാർ ശ്രീ പ്രഭാത്ജി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേല കഹത്തി ബാൻജി പാനി പീനെ ചലി ജാവൂ ബേല പറയാണ് ടീച്ചറേ ഞാൻ വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ സാഹിൽ ബി കഹത്ത സാഹിലും പറയുന്നു ബാൻജി പാനി പീനെ ചലി ജാവൂ ടീച്ചറെ വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ ഗണിത് കെ മാൻ സാബ് സുരേന്ദ്ര ജി കാ പീരീഡ് ഗേൽ ഗണ്ടി കെ ബാദ് ആത്താ താ കളി പീരീഡിന് ശേഷമാണ് വരാറുണ്ടായിരുന്നത് ബച്ചെ ഉൻസെ കാംതേ തേ കുട്ടികൾ അദ്ദേഹത്തെ കണ്ടാൽ വിറയ്ക്കുമായിരുന്നു और गेल गंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे गेल गंडी बंद होने से 2 मिनट पहले ही കളിപ്പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ കുട്ടികൾ അവരവരുടെ സ്ഥാനങ്ങളിൽ വന്ന് ഇരിക്കാറുണ്ടായിരുന്നു സുരേന്ദ്രജി മാത് സാബ് ഇസി പീരീഡ് में काफी जांचते थे സുരേന്ദ്രജി ഈ പീരീഡിൽ നോട്ട് ബുക്ക് അന്വേഷിക്കാറുണ്ടായിരുന്നു സരാസി ഗലത്തി पर बच्चों को इधर उधर फेंक देते थे സരാസി ഗലത്തി എന്താ സരാസി ഗലത്തി നിസാര തെറ്റാണ് അല്ലേ സരാസി ഗലത്തി पर बच्चों को इधर उधर फेंक देते थे കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ചക്കാറുണ്ടായിരുന്നു അവർ ചാബട് മാർനെ लगते थे അടിക്കുമായിരുന്നു उनका हाथ चलना शुरू होता तो रुकना भूल जाता था അദ്ദേഹത്തിന്റെ കൈ ചലിക്കാൻ തുടങ്ങുകയാണെങ്കിൽ രുക്ന ഭൂൽ ജാതാ താ നിർത്താൻ മറന്നു പോകുമായിരുന്നു ഭൂൽ ജാന മീൻസ് മറക്കുക എന്നാണ് ഇന്ന് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം ഈ കഥയിൽ ഒരു വില്ലനായി അവതരിക്കുന്ന ഒരു കഥാപാത്രമാണ് സുരേന്ദ്രജി അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലൂടെയൊക്കെ തന്നെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ് ധന്യവാദം